ഡ്രീം മെർച്ചന്റിലേക്ക് സ്വാഗതം. കേരളം മുഴുവൻ ജങ്ക് ഫുഡ്സിന്റെ പിന്നാലെയാണ്. ഈ ജങ്ക് ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പോഷകങ്ങളൊന്നും തന്നെ കിട്ടേയില്ല. പോഷകക്കുറവ് കാരണം നമ്മൾ ധാരാളം മരുന്നുകൾ കഴിക്കുന്നുമുണ്ട്. പക്ഷേ ഈ മരുന്നൊന്നും നാച്ചുറലും അല്ല. ഇന്ന് നമ്മൾ ഡ്രീം മെർച്ചന്റിൽ പരിചയപ്പെടാൻ പോകുന്നത് പോഷകക്കുറവ് മാറ്റാനുള്ള നാച്ചുറൽ ആയുർവേദിക് മരുന്നാണ്. ഫെറോപ്രോട്ടീമിൻ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് കണ്ടപ്പോൾ ഒരു ടോണിക് ആണെന്ന് തോന്നി. എന്താ ഈ പ്രോഡക്റ്റ് എന്നൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാമോ? ഫെറോപ്രോട്ടീമിൻ കുങ്കുമ റോയൽ സിറപ്പ് ഇത് 100% ആയുർവേദിക് ആണ്, 100% നാച്ചുറൽ ആണ്. ഇത് ടോണിക് ആണ്, സിറപ്പാണ്. ഇത് കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ ഗർഭിണികൾക്ക് കൂടി ഉപയോഗിക്കാൻ പാകത്തിന് എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ്. സർ പറഞ്ഞല്ലോ കുട്ടികൾ മുതൽ ഗർഭിണികൾക്ക് മുതിർന്നവർക്കൊക്കെ കഴിക്കാമെന്ന്. എന്താണ് ആക്ച്വലി ഇതിന്റെ ഒരു ഗുണം? കുട്ടികളുണ്ടാകുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പില്ലായ്മ, കുട്ടികളുണ്ടാകുന്ന രക്തക്കുറവ്, കുട്ടികൾക്ക് മണ്ണ് തിന്നാനുള്ള വാസന, ഇതെല്ലാമാണ് കുട്ടികളുണ്ടാകുന്നത്. ഇതിന്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് അയണിന്റെ കുറവാണ്. ഈ പ്രോഡക്റ്റ് കഴിക്കുന്നതുകൊണ്ട്, ഈ പ്രോഡക്റ്റ് വെറും വയറ്റിൽ രാവിലെ ആഹാരത്തിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് കഴിക്കണം. കഴിച്ചാൽ നമ്മളിലെ രക്തം ഉണ്ടാക്കുന്നതിനുള്ള രക്തസംബന്ധിയുള്ള രക്തം പ്രവാഹം കൂടും. ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കും. പ്രോട്ടീൻ, അതുപോലെ തന്നെ പ്രോട്ടീൻ, നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. നമുക്ക് വൈറ്റമിൻസ്, കാൽഷ്യം, ഇതെല്ലാം ഈ പ്രോഡക്റ്റിൽ കൂടി നമുക്ക് ലഭ്യമാകും. ഈ പേര് വന്നത് തന്നെ ഈ എല്ലാ പ്രോഡക്ട്സും കൂടെ ചേർന്നിട്ടുള്ള ഒരു പേരാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഫെറോ എന്ന് പറഞ്ഞാൽ അയൺ, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, മിൻ എന്ന് ഉദ്ദേശിക്കുന്നത് മിനറൽസ്. ഓക്കെ. സർ ആണോ ഇത് കണ്ടുപിടിച്ചത്? അല്ല, ഇത് കേശവൻ വൈദ്യർ കണ്ടുപിടിച്ച ഒരു മെഡിസിനാണിത്. ഇത് വളരെ പരമ്പരാഗതമായിട്ട് അവർ ഉപയോഗിച്ച് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു മെഡിസിനാണ്. ഇത് കുറെ കാലങ്ങൾ കൂടി അവർക്കത് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഞാനതിനെ സഹായിക്കുകയും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുകയും ഈ പ്രോഡക്റ്റിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുകയും അപ്പോൾ അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ സഹായിക്കുകയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിനു മുമ്പ് സാറിന് എന്തെങ്കിലും മെഡിസിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ, അതോ വേറെ എന്തെങ്കിലും ആണോ സാർ ചെയ്തിരുന്നത്? എന്തായിരുന്നു സാറിന് മുൻപത്തെ ബാക്ക്ഗ്രൗണ്ട്? എങ്ങനെയായിരുന്നു? മെഡിസിനൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇതിനു മുമ്പില്ല. ഇതിനു മുമ്പ് എനിക്കൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആണ് ഈ ആയുർവേദ പ്രോഡക്റ്റിലേക്ക് ഞാൻ വന്നത്. അതിനു മുമ്പ് തന്നെ എൻ്റെ ബിസിനസിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു ഷെയർ മാർക്കറ്റിൽ കൂടിയാണ്. അതൊരു ഡിഫറെന്റ് തിങ്കിങ് ആണ്. ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആലോചിക്കുന്ന വഴിയിൽ കൂടി നിന്ന് വിട്ട് മറ്റൊരു വഴിയിൽ കൂടി ഞാൻ ആലോചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റിലാണെങ്കിലും ആദ്യം ഇറങ്ങുന്ന എല്ലാവരും വാട്ട് ആർ ദി ഗ്ലോറിയസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ഷെയർസ്, അതിലേക്കാണ് എല്ലാവരുടെയും കണ്ണ് ആദ്യം പോവുക. ഞാൻ ആലോചിച്ചപ്പോൾ അതിലും നല്ലത് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത കുറച്ചുകൂടി അനാലിസിസ് ചെയ്ത് നമ്മളിതിനെ ഒരു പാകപ്പെടുത്തി എടുത്താൽ നമുക്ക് കൂടുതൽ മെച്ചമായിരിക്കും. പിന്നെ മാർക്കറ്റിൽ നോക്കിയപ്പോൾ ഇതിൽ സക്സസ് ആയവരുടെ എണ്ണം വളരെ കുറവാണ്. ഷെയർ മാർക്കറ്റിൽ സക്സസ് ആയവരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ശരിക്കും എല്ലാവരും പോകുന്ന വഴിയിൽ കൂടി പോയാൽ നമുക്ക് സക്സസ് ആകാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇതിനെല്ലാം അനലൈസ് ചെയ്ത് ഒരുപാട് പീരിയോഡിക്കൽസിനെ പറ്റി പഠിച്ചു. ഈ ഷെയർ മാർക്കറ്റിനെ പറ്റി എഴുതുന്ന ഒരുപാട് പീരിയോഡിക്കൽസ് ഉണ്ട്. അതെല്ലാം വാങ്ങിച്ച് അനലൈസ് ചെയ്ത് ആരും തിരഞ്ഞെടുക്കാത്ത എന്നാൽ എനിക്ക് തോന്നിയ ഒരു 5%, 100 എടുത്താൽ അതിൽ 5 മാത്രം എടുത്ത് അത് ലോ കോസ്റ്റ് ആയിരിക്കും, ഇതിന് മോശമായ ഒരു വിലയായിരിക്കും ആ സമയത്തുള്ളത്, വളരെ കുറഞ്ഞ വിലയായിരിക്കും, അതിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഐ ഹാവ് ബീൻ എ ബിഗ് സക്സസ്. വളരെ 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 നേട്ടം അതുകൊണ്ട് എനിക്കുണ്ടായി. അപ്പൊ ഒരുപാട് പഠിച്ചിട്ടാണ് ഷെയർ മാർക്കറ്റിംഗിൽ പോലും ഇത്രയും സക്സസ്ഫുൾ ആയത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ നേരത്തെ പറഞ്ഞല്ലോ ഒരു വൈദ്യൻ ചെയ്തൊരു മരുന്നാണ് ഇത് പിന്നീട് സാർ ഏറ്റെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ വൈദ്യരുടെ ഇതിനെ ഏറ്റെടുത്തതിന് ശേഷം സാറിന്റേതായിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും അഡീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്താണ്? ഇപ്പൊ വൈദ്യന്റെ അടുത്തുനിന്ന് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചു. എന്തിനാണ് നമ്മൾ ഈ മരുന്ന് ഇറക്കുന്നത്, എന്തിനു നമ്മൾ ഈ മരുന്ന് കൊടുക്കണം? ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യയിൽ, ലോകത്തിൽ തന്നെ ഒരുപാട് ആളുകളിൽ, ഏതാണ്ട് 70% ആളുകളിൽ അനീമിയ, രക്തക്കുറവ്, ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു രോഗലക്ഷണമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിനെ പരിഹരിച്ചാൽ നമുക്ക് സമൂഹത്തിനോട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ എനിക്ക് രക്തക്കുറവുണ്ട് അല്ലെങ്കിൽ അനീമിയ ആണെന്ന് ഡോക്ടർ തോന്നിയാൽ ഡോക്ടർ ആദ്യം തന്നെ എഴുതും ഫോളിക് ആസിഡ്.
അല്ലെങ്കിൽ ഹേമപ്പ്, ഇങ്ങനെയുള്ള ഗുളികകൾ ആദ്യം തന്നെ എഴുതി കഴിഞ്ഞാൽ ഗുളികകളും കഴിച്ചാൽ ഇത് രോഗം തൽക്കാലത്തേക്ക് മാറും. പക്ഷേ ഇതിനെല്ലാം സൈഡ് ഇഫക്ട്സ് ഉണ്ട്. ഇത് സിന്തറ്റിക് ആണ്, കെമിക്കലാണ്. അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് ഇഫക്ട്സ് തീർച്ചയായിട്ടും അതിനെല്ലാം ഉണ്ടാകും. കുട്ടികളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതകാലം മുഴുവൻ അത് നിലനിൽക്കുകയും ചെയ്യും. അതേസമയം ഇത് ആയുർവേദത്തിലൂടെ കേരളത്തിൻ്റെതായ തനതായ ആയുർവേദം അതിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ഇതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാവില്ല. അതേസമയം ഇങ്ങനൊരു സെഗ്മെന്റിനെ പറ്റി ആരും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇതൊരു സെഗ്മെന്റ് ഇതുവരെയും മരുന്നുകളിൽ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റ് വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ അതിൽ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. സാർ ഭയങ്കര പ്രകൃതി സ്നേഹിയാന്ന് ഞാൻ കേട്ടിരുന്നു. കാരണം ഫ്ലെക്സ് അടിക്കുന്നത് പ്രകൃതിക്ക് നല്ലതല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ലാൻഡ് വാങ്ങിച്ചിട്ട് കൃഷിക്ക് കൊടുക്കുക അങ്ങനെ കേട്ടിരുന്നു. ഇപ്പൊ ആയുർവേദ മരുന്ന്, ഇതൊക്കെ ഒരു പ്രകൃതി സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണോ? തീർച്ചയായിട്ടും എൻവയോൺമെന്റൽ ഫ്രണ്ട്ലിയുടെ ഒരു ഭാഗം തന്നെയാണിത്. ഈ ഫ്ലക്സുകൾ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് വളരെ മനോഹരമായിട്ട് തോന്നുമെങ്കിലും ഇതിൽ ഒരുപാട് ദോഷഫലങ്ങൾ ഒരുപാടുണ്ട്. വളരെയധികം പ്രകൃതി വളരെ ഭയങ്കരമായ ദോഷം ചെയ്യുന്ന മാരകമായ വിഷങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രചരണ രീതിയാണ് ഫ്ലക്സ് അഡ്വർടൈസിങ്. തീർച്ചയായിട്ടും ഞാൻ അതിനെതിരാണ്. നമുക്ക് നമ്മളുടെ ഭാവി പൗരന്മാരോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിനെ എങ്ങനെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് അവരെ ഉദ്ദേശിക്കുക എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കമ്പനിയിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രം, എൻ്റെ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള എല്ലാവരും പറയാറുണ്ട്, ഇത് നമുക്ക് ഫ്ലെക്സ് അടിച്ച് നമുക്ക് പ്രദർശിപ്പിച്ചാൽ നമുക്ക് വളരെ കൂടുതൽ വിജയം നമുക്ക് കിട്ടും. പക്ഷേ അതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിച്ചിട്ടില്ല. ഞാൻ അവരെല്ലാം ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രം ഫ്ലെക്സ് ഉപയോഗിക്കുക. അപ്പം ഫ്ലെക്സ് അല്ലാതെ വേറെ എന്തെല്ലാം രീതിയിലാണ് ഇത് മാർക്കറ്റ് ചെയ്യാൻ സാർ ഉദ്ദേശിക്കുന്നത്? നമുക്ക് വിഷ്വൽ മീഡിയ ഉണ്ട്, നമുക്ക് പേപ്പർ ഉണ്ട്, അഡ്വർടൈസിങ് മീഡിയസ് വേറെ പലതുണ്ട്. പേപ്പർ അഡ്വർടൈസിങ് നമുക്ക് ചെയ്യാം. ഈവൻ ഈ തുണികളിൽ കൂടി എഴുതിയും കൂടെ നമുക്ക് ഇത് പ്രദർശിപ്പിക്കാം. നമുക്ക് ബാനർ കെട്ടണമെങ്കിൽ തുണി കൊണ്ടുള്ള ബാനർ നമുക്ക് കെട്ടാം. അത് ഒരിക്കലും എൻവയോൺമെന്റൽ ഡാമേജ് അല്ല. ആ രൂപത്തിലുള്ള പ്രചരണ രീതിയിലേക്ക് നമുക്ക് മാറണം. അല്ലെങ്കിൽ പേപ്പറുണ്ട്, പേപ്പറുകളിൽ കൂടി നമുക്ക് അത് പ്രചരിപ്പിക്കാൻ സാധിക്കണം. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമായ ഒരു മാർഗമായിട്ടാണ് നമ്മൾ ഈ ഫ്ലെക്സിനെ കണ്ടത്. പ്ലാസ്റ്റിക്, നമ്മൾ ഒരു കാലത്ത് പ്ലാസ്റ്റിക് ആയിരുന്നു എന്നും ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് നിരോധന മേഖലകൾ വരെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതും അതേപോലെയുള്ള ഒരു ഫീൽഡാണ്. അതിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. താരപ്പകിട്ടിന്റെ ആഘോഷ താഴ്വരയിൽ അഭിനയ പ്രതിഭകളും ചലച്ചിത്ര ഇതിഹാസങ്ങളും ചരിത്ര മുഹൂർത്തം തീർത്ത അപൂർവ സംഗമമൊരുങ്ങുന്നു. ഇന്ത്യൻ സിനിമയുടെ നടനേതിഹാസങ്ങൾ ആസ്വാദക മനസ്സുകളിൽ ആവേശത്തിരയിളക്കി അസുലഭരാവിന്റെ അരങ്ങുണർത്തും. എന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കി കളയുമെന്ന് പേടിയായിരുന്നു. ചലച്ചിത്ര കലയുടെ രാജശില്പി IV ശശിക്ക് ആദരം. കോഴിക്കോട് നഗരമാണ് അഭിമാനിക്കുന്നത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉത്സവം 2013 പവർഡ് ബൈ ACC സിമന്റ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉത്സവം 2013 സമർപ്പിക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പവർഡ് ബൈ ACC സിമന്റ്, സിമന്റിംഗ് റിലേഷൻഷിപ്സ്. ഞാൻ തിരഞ്ഞെടുത്തു ഒന്നല്ല 2 വശ്യമായ സുഗന്ധങ്ങൾ. പുതിയ ലാക്സ് സ്റ്റാർ കളക്ഷൻ സോപ്സ് റേഞ്ചിന് വേണ്ടി. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. നിങ്ങൾക്കോ? ട്രൈ ചെയ്തു നോക്കൂ പുതിയ ലക്സ് സ്റ്റാർ കളക്ഷൻ. നിങ്ങൾക്ക് എത്താൻ കഴിയില്ലായിരിക്കാം, പക്ഷേ ഇത് തീർച്ചയായും എത്തും. അവതരിപ്പിക്കുന്നു പുതിയ ഹാർപിക് 5X കംപ്ലീറ്റ്. ഇത് നൽകുന്നു റിമ്മിൽ നിന്ന് യു ബെൻഡ് വരെ 5 ഇരട്ടി മികച്ച വൃത്തി. എല്ലാ അണുക്കളെയും നശിപ്പിച്ച് ടോയ്ലറ്റ് ആക്കുന്നു കംപ്ലീറ്റ്ലി ക്ലീൻ. ഡാവ് 2 ഫ്രണ്ട്സിനോട് ഒരു ഗെസ്സിംഗ് ഗെയിം കളിക്കാൻ പറഞ്ഞു. അതിൽ ഒരു ഫ്രണ്ട് മുഖത്തിന്റെ ഒരു വശത്ത് സോപ്പ് പുരട്ടണം, മറ്റേ വശത്ത് ഡവും. മറ്റേയാൾ തൊട്ടു നോക്കി വ്യത്യാസം പറയണം. ഈ സൈഡ് ഒരുപാട് ഡ്രൈ ആണ്, ദിസ് സൈഡ് വളരെ സോഫ്റ്റ് ആണ്, വളരെ സ്മൂത്ത്. ഇത് ഡവ് ആണല്ലേ? ഇത് തന്നെയാണ്. ഡവിലുണ്ട് 4-1 മോയ്സ്ചറൈസിംഗ് ക്രീം. അത് ചർമ്മത്തെ ആക്കും കൂടുതൽ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത്. എന്റെ സ്കിൻ എത്ര ബ്യൂട്ടിഫുൾ ആണ്. ഇന്നു മുതൽ ഇത് എന്റെ ഡവ് ആണ്. ഡവ് ട്രൈ ചെയ്യൂ, വ്യത്യാസം സ്വയം കണ്ടറിയൂ.
സോപ്പ് കട്ട കൊണ്ട് കഴുകിയാൽ മിക്കപ്പോഴും അടയാളം കാണുക തന്നെ ചെയ്യും. ഇതാ പുതിയ വിം ജെൽ. ഇതിന്റെ യഥാർത്ഥ നാരങ്ങ ശക്തി പൂർണ്ണമായി അലിഞ്ഞ് കഠിനമായ വഴുവഴുപ്പകറ്റും, അടയാളം തുടച്ചു മാറ്റും. വിം ഡബിൾ പവർ ജെൽ. जब क्रिकेट हो शुरू दिल बोले ब्लू. Hyundai. I can't be photographed with such bad hair. Marcus, it's career destroying. What can you do for me? I'll share a secret with you. New Tresemme Smooth and Shine. Its hair nourishing and protection formula with silk protein and vitamins makes your hair shinier and 2 times smoother. I love it. Love Tresemme. Tresemme Smooth and Shine. Salon style hair at home every day. Lux Fresh Splash. Cooling mint sahidam. ഇത് വിപ്ലവകരമാകാൻ പോകുന്നതായി എനിക്ക് തോന്നുന്നു. സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് സെൻസിറ്റീവ് പല്ലുകളെ റിപ്പയർ ചെയ്യുന്നു. സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് പല്ലിൽ പ്രകൃതിദത്തമായി കാണപ്പെടുന്നതിന് ഒരു സമാനമായ ഒരു പാളി രൂപീകരിക്കും. സെൻസിറ്റിവിറ്റിയുമായി വരുന്ന എല്ലാവർക്കും ഞാൻ സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് ശുപാർശ ചെയ്യും. ഇതൊരു അഡ്വാൻസ് ടെക്നോളജിയാണ്. ഇതൊരു പുതിയ നവീകരണമാണ്. അപ്പൊ ഇപ്പോ നമുക്ക് ഫെറോ പ്രോട്ടീമിൻ കിട്ടി. ഇനി ഭാവിയിൽ എന്തെങ്കിലും പുതിയ മരുന്ന് സാറിന്റെ ഒരു കോൺട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇതിന്റെ സക്സസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ 100% ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഏത് പ്രോജക്റ്റ് ആണെങ്കിലും വിജയിപ്പിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിരിക്കുന്നത്. നമ്മളിതിനെ ആരെങ്കിലും ഏൽപ്പിക്കുക മാത്രമല്ല, നമ്മളതിൽ പൂർണ്ണമായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യണം. ഇൻവോൾവ് ചെയ്താൽ നമ്മൾ എപ്പോഴും സക്സസ് ഈസ് എ ഷുവർ സക്സസ്. എത്ര കാലമായി ഇത് വൈദ്യരുടെ കയ്യിൽ നിന്ന് സാർ ഏറ്റെടുത്തിട്ട്? എത്ര കാലമായി? ഇതൊരു 3 വർഷമേ ആയിട്ടുള്ളൂ. വൈദ്യരുടെ ഏറ്റെടുത്തിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. ഈ 3 വർഷത്തിനുള്ളിലാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്യുകയും പിന്നീട് ഡോക്ടർമാരിൽ കൂടി പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സക്സസ് ആയിട്ട് ഫീഡ്ബാക്ക് ഈസ് വെരി വെരി എൻകറേജിങ്. വളരെ എൻകറേജിങ് ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈവൻ നമുക്ക് ടെസ്റ്റിമോണിയൽസ് വരെ ഉണ്ട്. ആളുകൾ നമ്മളെ വിളിച്ച് ഇത് നല്ലതാണ്, ഇത് കൊടുക്കണം, ഇത് കൊടുത്താൽ അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് നമ്മളെ വിളിച്ച് തിരിച്ച് അവർ നമ്മളെ ഫീഡ്ബാക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസിലാണ് ഇപ്പോൾ നമ്മളുടെ പരിശ്രമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർമാർ എഴുതിയാൽ മാത്രമേ ഈ പ്രോഡക്റ്റ് ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീകൾക്കോ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് മാറിയിട്ട് എല്ലാവർക്കും ഇതിന്റെ ഗുണം കിട്ടണം. ഇതിന്റെ അറിവ് എല്ലാവരിലും എത്തിക്കണം. ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ എന്റെ ചുമതലയായിട്ടുള്ളൂ. ജനങ്ങളിൽ എത്തിയാൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഇത് സ്വീകരിക്കും. ജനങ്ങൾക്ക് അത്രയും പ്രയോജനപ്രദമാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആവർത്തിയാണ്, റിപ്പീറ്റീഷൻ. ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ബോട്ടിൽസ് നമുക്ക് ഒരു മാസം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് കുറെ കൂടുതൽ ഓർഡർ ഉണ്ട്. എനിക്ക് 40,000 പ്രോഡക്റ്റ് ഉത്പാദിച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് അങ്ങനെയാണ്. പ്രൊഡക്ഷൻ 4 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് 4 ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ബോട്ടിലിംഗിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഇത് പ്രൊഡക്ഷൻ നമ്മൾ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ നമ്മൾ വേറെ പ്രോജക്റ്റുകൾ നമ്മൾ തുടങ്ങണം. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു കാരണവശാലും ഇതിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സാറിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് പാടം അല്ലെങ്കിൽ കൃഷി ഒരു രീതിയിലേക്കാണ് സാർ അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് റിയൽ എസ്റ്റേറ്റ് ഒരിക്കലും പാടമായിരുന്നില്ല, കരഭൂമി തന്നെയായിരുന്നു. കാരണം പാടമൊന്നും അതിനൊക്കെ നമുക്ക് വളരെ ഇൻവോൾവ്മെന്റ് നമ്മളുടെ ആവശ്യമായിട്ട് വരുന്ന ഒരു ഫീൽഡാണത്. അപ്പൊ അതുകൊണ്ട് പാടത്തിലേക്ക് പോയില്ല, കരഭൂമിയായിരുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറെ ഭൂമികൾ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കുറെ ഭൂമികൾ വെറുതെ തരിശായിട്ട് കിടക്കുന്നു. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ ഇറങ്ങുന്ന എല്ലാവരുടെയും ചിന്ത ആദ്യം തന്നെ ഒരു നല്ലൊരു വീട്, നല്ല ഒരു
ഒരു ആരെങ്കിലും വിളിച്ച് നല്ലൊരു പ്ലാൻ വരച്ച് ഒരു നല്ല വീട്, അപ്പോൾ അതിന് സെയിൽ ചെയ്ത് നല്ലൊരു ലാഭം ഉണ്ടാക്കുക. അപ്പോൾ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണ് അത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആവശ്യം അതല്ല, ഞാൻ അതിനോട് യോജിക്കുന്ന ആളുമല്ല. നമ്മൾ ഇപ്പോൾ ഈ ടൗണുകളിൽ കൂടെ ഉള്ള വീടുകൾ വെക്കുന്നത് പോലും എൻ്റെ ഒരു സങ്കല്പത്തിനോ അല്ലെ എൻ്റെ ഒരു അഭിരുചിക്കോ യോജിച്ച മാതിരിയല്ല. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരാവശ്യം, അതുമാത്രമല്ല നമ്മൾ മരങ്ങളെല്ലാം കൂടുതൽ വെച്ചുപിടിപ്പിക്കേണ്ട ഒരാവശ്യം, ഓസോൺ ഫീൽഡ്, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കൃഷി ഈ തരിച്ചു കിടക്കുന്ന ഭൂമികളെ എങ്ങനെ നമുക്ക് ഫലഭൂയിഷ്ടമായിട്ട് മാറ്റാം എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഐ ഹാവ് ഗോൺ ഫോർ പ്ലാന്റേഷൻസ്. പ്ലാന്റേഷൻസിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് അവിടെ ആവശ്യമില്ല. ചെറിയ ചെറിയ ഗൈഡൻസ് കൊണ്ട് നമുക്ക് അത് ഇന്ന രൂപത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യിച്ച് നമ്മൾ ഇപ്പം എല്ലാം മെക്കനൈസ്ഡ് ഫീൽഡുകളാണ്. ഈ മെക്കനൈസ്ഡ് മെഷീനറി ഉപയോഗിച്ച് ഇതിനെല്ലാം നമ്മൾ എല്ലാം റബ്ബർ തന്നെയാണ്. ഞാൻ പ്ലാന്റ് ചെയ്തതെല്ലാം റബ്ബറാണ്. അത് ഈൽഡിങ് സ്റ്റേജിന് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനത് ഡിസ്പോസ് ചെയ്യും. എന്നിട്ട് വേറൊരു സ്ഥലം വാങ്ങിച്ച് ഇതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യും. സോ ആ ഫീൽഡിലേക്കാണ്. പക്ഷെ ഇതൊരു ലോങ് പ്രോസസ്സാണ്. പെട്ടെന്ന് നമുക്കൊരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടില്ല. പക്ഷേ നമുക്ക് അതിന്റെ സംതൃപ്തിയുണ്ട്, നമുക്ക് അതിന് ആവശ്യമായ നേട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരിക്കലും നഷ്ടം വന്നിട്ടില്ല. സോ അതുകൊണ്ട് വളരെ സംതൃപ്തിയുണ്ട് അതിൽ. എങ്ങനെയാ ഈ മരുന്നിന്റെ പ്രോസസ്സ്? എന്തെങ്കിലും ഫാക്ടറി ഉണ്ടോ? എവിടെയാണ്? അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിന്റെ പ്രോസസ്സ് മൊത്തം ഒന്ന് പറയാമോ? ഇതിന്റെ ഫാക്ടറി കോട്ടയത്താണ്, പെരുവ എന്ന് പറയും, അവിടെയാണ് ഇതിന്റെ ഫാക്ടറി. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫാക്ടറിയാണ്. അവര് പരമ്പരാഗതമായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയെ അപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാക്ടറി ജനങ്ങളിലേക്ക് എത്തില്ല. വളരെ കുറഞ്ഞ ഒരു ഫീൽഡിലുള്ള അവിടെ അടുത്തുള്ള ആളുകളിൽ മാത്രമേ ഇത് എത്തുള്ളൂ. അപ്പോൾ അതിനെ ഒരു വിപുലീകരിച്ച് അവർക്കതിനകത്ത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അവർക്കുണ്ടായിരുന്നു, അവർക്കതിനുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല. അത് മാറ്റി അവരെ ഫിനാൻഷ്യലായിട്ട് നമ്മൾ സഹായിച്ച് നമ്മളൊരു ലീസിന് എടുക്കുന്ന മാതിരി, അപ്പോൾ അവർക്കും അതിനുള്ള ബെനിഫിറ്റും നമുക്കും അതിനുള്ള ബെനിഫിറ്റും വരുന്ന മാതിരി നമ്മളതിനെ ലീസിന് എടുക്കുക ചെയ്തത്. അതിൻ്റെ ഫോർമുല, അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ട്, ബേസിക് ആയിട്ടുള്ള എല്ലാം അവരുടേതാണ്. അഡീഷൻസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കുങ്കുമം ആഡ് ചെയ്യണമെന്നുള്ള ഒരു അഡീഷൻ കൊടുത്ത് ഞങ്ങളാണ്. ഇതിനകത്ത് വേറെ ചില ഈ മെഡിസിൻ നമ്മൾ പ്രിസർവ്ഡ് ആയിരിക്കണം. അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കുന്ന മെഡിസിൻ വെറും 5 മാസം 6 മാസം വരെ നിൽക്കുള്ളൂ, കേടായി പോകും. അപ്പോൾ ആ പ്രോസസ്സ് എല്ലാം മാറ്റി നമ്മളൊരു ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 2 വർഷം 3 വർഷം നമുക്ക് ഈ മരുന്ന് നിൽക്കണം. അപ്പോൾ അതിന് ചില കൂട്ട് മരുന്നുകളുണ്ട്, ഈ ആയുർവേദത്തിൽ തന്നെ ഉണ്ട്. അതെല്ലാം ആഡ് ചെയ്യിച്ച് അങ്ങനെ അതിൻ്റെ എല്ലാം അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ അപ്രൂവൽ എടുത്ത് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുക ചെയ്തു. അപ്പൊ ഈ മരുന്നുകൾ, ഈ ചെടി ഒക്കെ ആയിരിക്കുമല്ലോ ആയുർവേദം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന കുറെ ചെടികളൊക്കെ അതൊക്കെ തന്നെയാണ്. ബ്രഹ്മി, നെല്ലിക്ക, മുന്തിരിങ്ങ, ഇതുപോലെയുള്ള വയമ്പ്, ഇതുപോലെയുള്ള മരുന്നുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് സ്വന്തമായിട്ടൊരു കൃഷി ഭൂമിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കുകയാണോ അതോ? ഇല്ല, ഇതിൽ ഒരു മരുന്ന് മാത്രം ഇവിടെ നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലുള്ള മലനിരകളിൽ മാത്രമുള്ള ഒരു മരുന്ന്. ബാക്കി മരുന്നുകളെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് നെല്ലിക്കയാണെങ്കിൽ ഉണങ്ങിയ നെല്ലിക്ക നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. ഇതുപോലെയുള്ള എല്ലാ ആയുർവേദ മരുന്നുകളും നമുക്ക് മാർക്കറ്റിൽ സുലഭമാണ്. വയമ്പ്, ഇതെല്ലാം മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഇതെല്ലാം ചില സീസണുകൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് ശേഖരിച്ച് വെച്ചിട്ട് നമ്മൾ ഈ സീസണുകളിൽ നമ്മൾ ഈ മരുന്ന് ശേഖരിച്ച് വെക്കണം, എന്നാലും മാത്രമേ നമുക്ക് ആവശ്യത്തിന് മരുന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രൊഡക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, മരുന്നുകൾ ഉണ്ടാവില്ല. നമുക്ക് 2 മാസം 3 മാസം കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന മരുന്നുകളുടെ ക്വാണ്ടിറ്റി തീർന്നു പോകും. നമുക്ക് പിന്നീട് മരുന്നുകൾ വാങ്ങിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്വാണ്ടിറ്റി വളരെ കുറവാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. പക്ഷെ ക്വാളിറ്റി അതനുസരിച്ച് നന്നായിരിക്കും അല്ലെ? ക്വാണ്ടിറ്റി കുറവുണ്ടാക്കുന്നുണ്ടെങ്കിലും ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ക്വാളിറ്റിയെ നമ്മൾ ഇപ്പോഴും വലിയ വലിയ ഫാക്ടറികളെല്ലാം ഇപ്പോഴും ഗ്യാസിലാണ് ഈ കഷായങ്ങളെല്ലാം തിളപ്പിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അതിൽ മരം കൊണ്ട് മാത്രം, വിറക് കൊണ്ട് മാത്രം കഷായം തിളപ്പിച്ച് 3 ദിവസം 3 പ്രാവശ്യം കഷായമാക്കണം. കഷായമാക്കി 2ാമത് കഷായമാക്കി 3ാമത് കഷായമാക്കി വരണം. ഇതെല്ലാം അതെ അതാണ് ഇതിന്റെ ആവൃത്തി എന്ന് പറയുന്നതാണ്. മരത്തിന്റെ വിറകുകൾ കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നമ്മളത് ചെയ്യുന്നത്. ഇതുവരെ മാറ്റാൻ തയ്യാറാവുന്നില്ല, അതിനുള്ള ഉദ്ദേശങ്ങളുമില്ല. കൃഷ്ണമൂർത്തിയുടെ മൂത്രപുത്രൻ
അടുത്ത് ഞാൻ കരഞ്ഞു പറയുന്നു. ആമിനേക്കായി സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടാൽ തീർച്ചയായിട്ടും ഞാനൊന്ന് നോക്കും. ഇതുവരെ കാണാത്ത പുതുമകളുമായി വേറിട്ട ഒരു റിയാലിറ്റി ഷോ ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് ഇന്നു രാത്രി 8 മണിക്ക്. മോർ ലൈഫ് ഒമേഗ 3 ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് സമർപ്പിക്കുന്നത് മോർ ലൈഫ് ഒമേഗ 3 നിങ്ങളും ശീലമാക്കൂ. പവേഡ് ബൈ മിനാർ TMT 500D ദ സ്റ്റീൽസ് ഡെഡ് ലാസ്. എനിക്ക് അവിടെ ഇവിടെ ഇച്ചിരി നരയായി പോയി, ഇച്ചിരി ചുളവും വീണുപോയി. അല്ലെങ്കിൽ ഞാനും നന്നായാലും. ഇതൊക്കെ സംഭവിക്കും. കാലാകാലങ്ങളിൽ പെയിന്റ് അടിക്കാത്ത വീടുകളൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഓംനിബസ് ഓഫ് കോമഡി സ്റ്റാർസ് ഇന്നുച്ചയ്ക്ക് 1:30. മൂക്കും മൂക്കും കളിക്കാം. മൂക്ക് മൂക്ക് മിന്നും മൂക്ക് കുഞ്ഞിക്കവിൾ കവിൾ താടി താടി കാത് കാത് മമ്മി എന്റെ ബ്യൂട്ടിഫുൾ മോളു എന്റെ ബ്യൂട്ടിഫുൾ. ഗ്ലിസറിൻ നിറഞ്ഞ പേഴ്സ് ചർമ്മത്തെ നിർമ്മലമാക്കുന്നു. നിർമ്മലമായ ചർമ്മം, നിർമ്മലമായ പേഴ്സ്. ഒരു കിസ് എന്നിട്ട് പോകും. ദൂരെ പോവാ ദൂരെ. എന്ത് ക്രൂരനാണ് ഈ കുട്ടി. അമ്മയുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ല. അതെന്തേ? നോക്കൂ, അത്യാഗ്രഹം മൂത്ത അമ്മയുടെ സ്നേഹം കളങ്കപ്പെട്ടു പോകുന്നു. കാരണം എന്റെ പക്കലുണ്ട് ആൽപെൻലീബെ ജസ്റ്റ് ജെല്ലി. അസൽ സ്ട്രോബെറീസ് കൊണ്ടുണ്ടാക്കിയ ആൽപെൻലീബെ ജസ്റ്റ് ജെല്ലി. ഞാൻ തിരഞ്ഞെടുത്തു ഒന്നല്ല 2 വശ്യമായ സുഗന്ധങ്ങൾ. പുതിയ ലാക്സ് സ്റ്റാർ കളക്ഷൻ സോപ്സ് റേഞ്ചിന് വേണ്ടി. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. നിങ്ങൾക്കോ? ട്രൈ ചെയ്തു നോക്കൂ പുതിയ ലക്സ് സ്റ്റാർ കളക്ഷൻ. I can't be photographed with such bad hair. Marcus, it's career destroying. What can you do for me? I'll share a secret with you. New Tresemme Smooth and Shine. Its hair nourishing and protection formula with silk protein and vitamins makes your hair shinier and 2 times smoother. I love it. Love Tresemme. Tresemme Smooth and Shine. Salon style hair at home every day. ഇത് വിപ്ലവകരമാകാൻ പോകുന്നതായി എനിക്ക് തോന്നുന്നു. സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് സെൻസിറ്റീവ് പല്ലുകളെ റിപ്പയർ ചെയ്യുന്നു. സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് പല്ലിൽ പ്രകൃതിദത്തമായി കാണപ്പെടുന്നതിന് ഒരു സമാനമായ ഒരു പാളി രൂപീകരിക്കും. സെൻസിറ്റിവിറ്റിയുമായി വരുന്ന എല്ലാവർക്കും ഞാൻ സെൻസോഡൈൻ റിപ്പയർ ആൻഡ് പ്രൊട്ടക്ട് ശുപാർശ ചെയ്യും. ഇതൊരു അഡ്വാൻസ് ടെക്നോളജിയാണ്. ഇതൊരു പുതിയ നവീകരണമാണ്. Lux Fresh Splash Cooling Mint സഹിതം. തുള്ളികൾ ചിന്നി ചിന്നി താളത്തിൽ തുള്ളി തുള്ളി ഇക്കിളി കുസൃതികൾ. Lux Fresh Splash. ഇതാണോ അലക്ക്? ഈ പുതിയ ഷർട്ടും ഒരു പരുവമാക്കി. ഡിറ്റർജന്റിന് ശേഷം വെറും അരമൂടി കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ ഉപയോഗിക്കൂ. ഡിറ്റർജന്റ് വടലക്കിയ തുണികളുടെ തിളക്കം കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെ അവ പുതിയതുപോലെ കാണപ്പെടുന്നു. കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ. ഹെൽത്തി ഹാൻഡ് വാഷ് മലിനമായ കൈകൾ കൊണ്ട് തൊടുന്നതിനാൽ സാധാരണ സോപ്പിന് നൽകാൻ കഴിയുന്നില്ല. അതിനാൽ പുതിയ ഡെറ്റോൾ ഹാൻഡ് വാഷ് അതിന്റെ ഓരോ തുള്ളിയും സ്പർശനമേൽക്കാത്തതാണ്. ഒപ്പം രോഗാണുക്കളിൽ നിന്ന് അത് 10 ഇരട്ടി കൂടുതൽ സുരക്ഷിതത്വം നൽകും. ഡെറ്റോൾ, be 100% sure. ഇനി നമുക്ക് സാറിന്റെ ഫാമിലിയെ പരിചയപ്പെടാം. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തി തരൂ ആരൊക്കെയാണ് എന്ന്. ഇത് ഭാര്യ, പേര് മേരി. രണ്ടാമത്തെ മോൻ റിജോയ്സ്. മൂത്ത ഒരു മോനും കൂടെയാണ്. മൂത്ത ഒരു മോനുണ്ട്. അവൻ ലെഫ്റ്റനന്റ് കമാൻഡറാണ്, വിശാഖപട്ടണത്താണ്. ഓ ശരി. ഒരു നേവിക്കാരനുണ്ട്. എന്താ ചെയ്യണേ? ഞാനിപ്പോ ഡിപ്ലോമ കഴിഞ്ഞു. അച്ഛനെ ബിസിനസ് അച്ഛനെ ബിസിനസ് സഹായിക്കുന്നുണ്ട്. റൈറ്റ് റൈറ്റ്. സാറിന് എങ്ങനെയാ ആന്റി ഏതെങ്കിലും രീതിയിൽ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എല്ലാ ബിസിനസ്സും നടത്തുന്നത് വൈഫാണ്. എല്ലാ പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന പോലെ ആണോ? എല്ലാ ബിസിനസ്സും ഭാര്യയാണ്. ഞാൻ വെറും ഗൈഡ് ലൈൻസ് മാത്രം. ബാക്കിയുള്ള ഡീലിംഗ് ചെയ്യുന്നതെല്ലാം ഭാര്യയാണ്. ഓക്കെ ഓക്കെ. ഇത് ഈ പ്രോഡക്റ്റ് മരുന്നിന്റെ രൂപത്തിലായതിനു ശേഷം ഇത് വീട്ടിൽ ഉപയോഗിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയുണ്ട് അതിന്റെ ഗുണം? എല്ലാരും ഉപയോഗിക്കുന്നുണ്ട്. ആണോ? എങ്ങനെ അതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങി? കാലുവേദനയൊക്കെ മാറുന്നുണ്ട്. നല്ല റിസൾട്ടാണ്. റിജോയ്സ് ഫാദറിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ബിസിനസ് കാര്യങ്ങളില്? എന്താണെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകാനാണെങ്കിലും അവിടെയുള്ള ഓഫീസ് വർക്ക് ആണെങ്കിലും. സാറിന് ഒന്നല്ല 2-3 ബിസിനസ് ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഈ ബിസിനസ് തിരക്കുകൾക്കിടയിൽ ഫിലിം കാണാൻ പോവാനും കറങ്ങാൻ പോവാനൊക്കെ സമയം കിട്ടാറുണ്ടോ?
സമയം വളരെ കുറവാണ്. മാഡത്തിന് പരാതി ഉണ്ടോ? പരാതിയൊന്നുമില്ല. ബിസിനസ് അല്ലേ അല്ലേ? ഈ ബിസിനസ് നടത്തുന്നത് തന്നെ മാഡം ആയതുകൊണ്ട് മാഡത്തിന്റെ ഫ്രീ ടൈമാണ് എന്റെ ഫ്രീ ടൈം. സത്യം പറഞ്ഞാൽ ഇവിടെയാണ് ഫ്രീ ടൈം ഇല്ലാത്തത്. അപ്പൊ കിച്ചണിലൊക്കെ എങ്ങനെയാ ഈ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നോണ്ട് കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനൊക്കെ മോൻ ഹെൽപ്പ് ചെയ്യും. അത് ശരി. അപ്പൊ ചെറിയൊരു പാചകക്കാരനും കൂടെയാണ്. ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് വീട്ടില്? 3 പേരും ബിസിനസ്സിലുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് വയ്യ കംപ്ലീറ്റ് കാര്യങ്ങളും അല്ലേ? ഞാൻ ഗൈഡ് ചെയ്യാം, എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഞാൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം ടെൻഷൻ എല്ലാം കൂടെ ഒരുമിച്ച് വഹിക്കണ്ടല്ലോ അല്ലെ? ഡിവൈഡ് ചെയ്ത് 3ആയിട്ട് ഡിവൈഡ് ചെയ്താണ് കാര്യങ്ങള്. എല്ലാരും സെൽഫ് ആയിട്ട് ജീവിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. ആരും ഡിപ്പെൻഡബിൾ ആവരുത്. ശരിയാണ്. ഫാദറും മദറും ഒക്കെ ഉണ്ട്, ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞല്ലോ. അവരൊക്കെ ഈ ഫീൽഡിൽ തന്നെയാണോ? പണ്ട് മുതലേ ബിസിനസ് ആയിരുന്നോ അവരുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്? പരമ്പരാഗതമായിട്ട് കർഷക കുടുംബത്തിലായിരുന്നു. ഞങ്ങളുടെ എല്ലാം ജനനം കർഷക കുടുംബത്തിലായിരുന്നു. അതാണ് ഭൂമിയുടെ സ്നേഹം. അതെ, ഞങ്ങൾ 4 ബ്രദേഴ്സും, ഞങ്ങൾ 4 ബ്രദേഴ്സിനും 2 ആൺകുട്ടികൾ വീതം. ഞങ്ങൾ 4 ആൺകുട്ടികളായിരുന്നു. 4 ആൺകുട്ടികൾക്കും 2 ആൺകുട്ടികൾ വീതമായിരുന്നു. പെൺകുട്ടികളില്ല കുടുംബത്തില്. മേലെ പറമ്പിൽ ആൺവീടെന്നൊക്കെ പറയുന്ന പോലെ. അതെ, അതുപോലെ വേണമെങ്കിൽ പറയാം. അവര് രണ്ട് ജനറേഷൻ തന്നെ ഒരു പെൺകുട്ടി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് കയറ്റി അയക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി ആലോചിക്കുന്നുണ്ടോ സാറ്? ഇപ്പൊ പ്രോഡക്റ്റ് പുറത്തേക്ക് കയറ്റി അയക്കാനുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്കില്ല. ഇപ്പൊ നമുക്ക് ഉള്ള പ്രൊഡക്ട്സ് ഇവിടെ തന്നെ പോകാനുള്ള പ്രൊഡക്ട്സേ ഉള്ളൂ. നമ്മൾ അതിലേക്കുള്ള വിപുലീകരണത്തിലേക്ക് നമ്മളിപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് ആയിട്ടില്ല. ഇതിന്റെ സക്സസും അതിന്റെ വിലയിരുത്തലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ